ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 13-ാം സങ്കീർത്തനം 6-ാം തിരുവചനം: ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തകന്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ആഴമേറിയ ദൈവാനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ്. ഞാൻ നിശബ്ദനായിരിക്കുകയില്ല, ഏത് നേരത്തും ഏത് കാലത്തും ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. കർത്താവിന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. നമ്മുടെ ജീവനും ജീവിതവും എല്ലാം അവിടുത്തെ ദയയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ കരുണ നമ്മുടെ ജീവിതത്തിന് പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു, എല്ലാം അവസാനിക്കുകയാണ്. ഓരോ നിമിഷവും കരുണ കാണിച്ച് അതിശയകരമായി നമ്മെ വിശ്വസ്തയോടെ പരിപാലിക്കുന്ന കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അല്ലേ നമുക്ക് സാധിക്കുന്നത്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും, ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അതിരറ്റ കരുണ കാണിച്ച് എൻ്റെ ദൈവം എന്നെ നയിക്കുകയാണ്. മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങള്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെക്കുറിച്ച്, പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ കുറിച്ച്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, കുടുംബം മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുന്ന നീറുന്ന ചില നൊമ്പരങ്ങള്, എല്ലാം നമ്മുടെ വേദനകൾ നാം അറിയുന്നതിനേക്കാൾ എത്രയോ ഉപരിയായി നമ്മുടെ കർത്താവ് അറിയുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന സമയം, റൂഹായുടെ തീ നമ്മളിൽ കത്തുന്ന സമയമാണ്. തീ സാന്നിധ്യമായി അനേകമായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന മണിക്കൂറുകള്. ആത്മാവിന്റെ കാറ്റടിക്കുവാൻ, കൃപയുടെ ചലനമുണ്ടാകുവാൻ ഹൃദയം തുറന്നൊരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കൃപയുടെ തീയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, അഭിഷേക കാറ്റായി ഞങ്ങളിൽ വീശണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവാശ്രയ ബോധത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരഘോഷത്തോടെ എല്ലാം മറന്ന് നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഭവനങ്ങളിലായിരിക്കുന്നവരെ, സമൂഹങ്ങളിലായിരിക്കുന്നവരെ, യാത്രയിലോ മറ്റ് ജോലി തിരക്കുകളിലോ ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാം മറന്ന് കരമടിച്ച് കർത്താവിന്റെ സാന്നിധ്യം നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച് കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്നവനാ. യഹോവ ജയറേ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ,
യേശുവൻ കൂടെയുണ്ട്. ആമേൻ, ആമേൻ കർത്താവേ. ക്രമൊഴുകട്ടെ, ക്രമൊഴുകട്ടെ, ക്രമൊഴുകട്ടെ. യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ക്രമൊഴുക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമൂഹങ്ങളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. അതാണ് യഥാർത്ഥ വിശ്വാസം. കർത്താവിൽ ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിന്റെ കൃപ, ഈ വചനത്തിന്റെ തീ, ഈ വചന അഭിഷേകം ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ പകരണമേ. ഇരു കരങ്ങളും ഉയർത്തി, ഹൃദയം തുറന്ന് ഒരുമിച്ചൊരു മനസ്സോടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. കർത്താവായ ദൈവമേ, യേശുവേ, പരിശുദ്ധാത്മാവേ, അപാപിതാവേ, ത്രിയേക ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുക്കണമേ, കൃപ പകരണമേ, അഭിഷേകം പകരണമേ, ശക്തി പകരണമേ, സാന്നിധ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തിയുടെ വ്യാപനം അനേകമായിരങ്ങൾ ഇപ്പോൾ വെളിപ്പെടട്ടെ. കൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപനത്താൽ, ദൈവശക്തിയുടെ വ്യാപനത്താൽ ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, കൂട്ടായ്മകൾ ഇപ്പോൾ ഈ സമയം നിറയപ്പെടട്ടെ. ഫീൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ പകരണമേ, കൃപ ഒഴുക്കണമേ, അഭിഷേകം നൽകണമേ. ആയിരങ്ങളെ, പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ ഉണർത്തണമേ. സ്പിരിറ്റ് മൂവ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ, ദേശങ്ങളെ പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ, അവരെ സന്ദർശിക്കണമേ. We worship Holy Spirit. We worship Holy Spirit. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിശ്വസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ പുതുക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എപ്പോഴും എന്തിനും ദൈവത്തെ ആശ്രയിക്കുക. എപ്പോഴും എന്തിനും ദൈവത്തെ ആശ്രയിക്കുക. നമ്മൾ ഇന്ന് കാണുന്ന പല വിധത്തിലുള്ള തകർച്ചകളാവട്ടെ, പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, അസ്വസ്ഥതകള്, നൊമ്പരങ്ങള്, ഭാരങ്ങള്, വ്യത്യസ്തങ്ങളായ വേദനകള്, ഇതെല്ലാം ഇന്ന് മനുഷ്യ ജീവിതത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം ദൈവാശ്രയത്വം കുറയുന്നു എന്നുള്ളതാണ്. ദൈവാശ്രയ ബോധം ഇത് അനേകരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് സർവശക്തനാണെന്നും സർവാധിപനും സകലത്തിനും അതിയായവനുമാണെന്നുള്ള ആഴമേറിയ വെളിപാട് ഒരു ദൈവ പൈതലിനെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റുകയാണ്. ഏത് സാഹചര്യത്തിലും എപ്പോഴും എന്തിനും ദൈവമായ കർത്താവിനെ ആശ്രയിക്കുവാനുള്ള ആശ്രയബോധം നമുക്കുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തെയും ഒരു പ്രതിസന്ധിയെയും നമ്മുടെ മുൻപിലുള്ള ഒരു പ്രതികൂലത്തെയും
നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതെല്ലാം കൈകാര്യം ചെയ്ത് വേണ്ടവിധം നമുക്ക് വിജയം നൽകുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, വളർത്തുവാൻ, ഉയർത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവാശ്രയ ബോധമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ ക്രിസ്മസിനോട് ഒരുക്കമായിട്ടുള്ള നോമ്പിലൂടെ, പ്രാർത്ഥനകളിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരുക്കത്തിന്റെ നാളുകളിൽ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തോട് പറയുകയാണ്, ദൈവാശ്രയ ബോധമുള്ളവരാകുക. ചെറിയ കാര്യമാകട്ടെ, വലിയ കാര്യമാകട്ടെ, നമുക്കാണ് ചെറിയ കാര്യം വലിയ കാര്യമൊക്കെ. കർത്താവിനെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ചെയ്യുക. കർത്താവിനോടുള്ള ആശ്രയ ബോധത്തോടെ നിർവഹിക്കുക. അവിടെ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപനമുണ്ടാകും. ആ ഇടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവ പ്രവൃത്തി അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാകും. ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മളായിരിക്കുന്ന ഈ തലമുറയുടെ നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാരണമെന്ന് എൻ്റെ സഹോദരൻ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. സാമ്പത്തിക പരാധീനതകളും കഷ്ടപ്പാടുകളൊക്കെ ഈ മഹാമാരിയുടെ നാളുകളിൽ ഉണ്ടെങ്കിലും അനേക ദൈവം ഒരുപാട് ബ്ലെസ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി, കുടുംബപരമായി, ആരോഗ്യപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി ഒരുപാട് നന്മകൾ, അനുഗ്രഹം പ്രാപിച്ചവരാണ് നമ്മളിൽ അധികം പേരും. ഈ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവാശ്രയ ബോധം നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. കണ്ണുനീരിന്റെയും കഷ്ടപ്പാടിന്റെയും വേദനയുടെയും പട്ടിണിയുടെയും ദുരിതത്തിന്റെ നാളുകളിൽ കർത്താവിന്റെ നാമം വിളിക്കുവാനും, കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനും, ചങ്കുപൊട്ടി കൈവിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും, എപ്പോഴും ദൈവമായ കർത്താവിനെ ശരണപ്പെടുവാനുമുള്ള ഒരു ആശ്രയ ബോധം നമ്മുടെ മുൻ തലമുറയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ തലമുറയിൽ നിലനിന്നത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ താറുമാറാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് വഴിതെറ്റി പോകുന്നു. നമ്മുടെ ബന്ധങ്ങളിലെല്ലാം പലവിധത്തിലുള്ള വിള്ളലുകളും ശിഥിലീകരണങ്ങളും അസ്വസ്ഥതകൾ സംഭവിക്കുന്നു. എത്രയോ ജീവിതങ്ങളെ പിശാച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അസംഖ്യം ആത്മാക്കൾ ഓരോ ദിനവും നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇതിനൊക്കെ ഒരു കാരണം? ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടു പോയി. ദൈവാശ്രയ ബോധം മറ്റുപോയിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിന്റെ വേദനയാണ്. ഇത് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന്റെ നൊമ്പരമാണ്. എപ്പോഴും കർത്താവിന് മുഖം തേടുവാൻ, അവിടുത്തെ ആലോചന ഏറ്റെടുക്കുവാൻ, നമ്മുടെ കർത്താവിന്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നമ്മെ കുറിച്ച് കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് പരിശുദ്ധാത്മാവ് നൽകുന്ന നന്മകളാണ്. ദൈവാശ്രയത്വം അത് വലിയ സുരക്ഷിതത്വമാണ്. സങ്കീർത്തനം 32:10 പറയുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഹല്ലേലൂയ! കർത്താവിന്റെ സാന്നിധ്യം അവനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. തീ സാന്നിധ്യമായി, തീ മതിലായി, തീ കോട്ടയായി കർത്താവ് തന്നെ അവനെ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു തിന്മയ്ക്കും, ഒരു ദുഷ്ടനും, ഒരു അപകടത്തിനും, ഒരു പെടുമരണത്തിനും അവനെ തൊടുവാനോ സ്പർശിക്കുവാനോ സാധിക്കുകയില്ല. കാരണം ദൈവം തന്നെയാണ് തീമതിലായി അവനെ ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നത്.
ദൈവത്തെ തകർത്തിട്ട് വേണം നമ്മളെ ഒന്ന് തൊടാൻ. കർത്താവിനെ വെട്ടിമുറിച്ചിടാൻ ആർക്കാ സാധിക്കും? ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒരു അന്ധകാര ശക്തിക്ക് അത് സാധ്യമല്ല. കർത്താവിന് ഒരു ശ്വാസം മതി ഈ ലോകത്തിലെ സകല തിന്മയുടെ ശക്തികൾ നിർവീര്യമാകാനായിട്ട്. പിന്നെ എന്തുകൊണ്ടത് സംഭവിക്കാത്തത്? കർത്താവ് അനുവദിച്ചിരിക്കുകയാണ്. അതിന് സമയം കർത്താവിന്റെ കയ്യിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാന്നിധ്യം അവരെ വലയം ചെയ്യുന്നവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, അവരുടെ പ്രിയപ്പെട്ടവരെ, മിനിസ്ട്രിയെ, അവരായിരിക്കുന്ന സമൂഹത്തെ കർത്താവിന്റെ പ്രസൻസ് പൊതിഞ്ഞു നിൽക്കുകയാണ്. വലിയൊരു സംരക്ഷണമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. അതിശക്തമായ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു, ദൈവീക സംരക്ഷണം. ഇത് തന്നെയാണ് 125 സങ്കീർത്തനം 1 പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ആ സ്റ്റെബിലിറ്റി പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ ഇങ്ങനെ തൊട്ടാവാടി സ്വഭാവമായി ഇങ്ങനെ വാടിക്കൂടെ നിങ്ങൾ തളർന്നു പോവല്ല. ശക്തിയോടെ, ബലത്തോടെ കർത്താവിൽ ഹൃദയമുറപ്പിച്ച് നിലകൊള്ളുവാൻ ആ ഒരു വിശ്വാസിക്ക് കഴിയുകയാണ്. ഏത് വിശ്വാസിക്ക്? ദൈവത്തെ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു വിശ്വാസിക്ക്. അവൻ അചഞ്ചലമായി, സ്ഥിരതയോടെ, ബോൾഡായി നിലകൊള്ളുമെന്ന് പരിശുദ്ധാത്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ ചഞ്ചലിപ്പില്ല, സംശയങ്ങളില്ല. ഇത്ര വലിയൊരു ബ്ലെസ്സിംഗ് ആണത്. പ്രഭാഷകന്റെ പുസ്തകം 32:23-24 പറയുന്നുണ്ട്, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല. എല്ലാവരും വചനം ശ്രദ്ധിച്ച്. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നവോ അതിന് ഇന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകമായി മുൻവിധിയോടൊന്നും കാണണ്ട. നമ്മുടെ ഹൃദയത്തിൽ അത് സെറ്റ് ചെയ്യണ്ട. ചെറിയ കാര്യമായി, വലിയ കാര്യമായി നമുക്ക് തോന്നുന്ന ഏത് കാര്യത്തിലും കർത്താവിനോട് ആലോചന ചോദിക്കുക, കർത്താവിനെ ആശ്രയിക്കുക. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷയുടെ ബന്ധത്തിലൊക്കെ നൂറുകണക്കിന് അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ തന്നിട്ടുണ്ട്. നമുക്ക് വളരെ സുരക്ഷിതത്വമാണ്. നമ്മുടെ ബുദ്ധിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. അവിടുന്ന് നിത്യമായ ജ്ഞാനത്തിലെല്ലാം കാണുകയാണ്. ആ ജ്ഞാനത്തിൽ നിന്നാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്, ഇടപെടുന്നത്. ഒരിക്കലും തെറ്റുപറ്റുകയില്ല. എന്തുമാത്രം ഒരു സേഫ്റ്റിയാണ്! കർത്താവിൽ ശരണപ്പെടുന്നവർക്ക് നഷ്ടം വരില്ല. നഷ്ടം വരാതെ അവരെ നോക്കാൻ കർത്താവിന് പറ്റും. നഷ്ടം വരാതെ അവരെ സൂക്ഷിക്കാൻ കർത്താവിന് പറ്റും. താൽക്കാലികമായി ചില സമയ നഷ്ടമോ, പണനഷ്ടമോ, ആരോഗ്യ നഷ്ടമോ, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമായി സംഭവിച്ചാലും ആ നഷ്ടങ്ങളെല്ലാം പിന്നീട് വലിയ ലാഭങ്ങളാക്കി പരിശുദ്ധാത്മ മാറ്റുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കർത്താവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ വചനം ശ്രദ്ധിക്കണേ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല. എന്റെ സഹോദര, സഹോദരി, നീ ഇന്ന് വേദനയിലും ദുരിതത്തിലുമാണോ? കഷ്ടതയിലും നൊമ്പരത്തിലുമാണോ? ഈ വചനത്തിന്റെ പവർ ഏറ്റെടുക്കുക. ഈ വചനത്തിന്റെ തീ നീ പ്രാപിക്കുക. ഈ വചനത്തിന്റെ കൃപയിൽ നിന്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്ക്. ഈ വചനം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. നഷ്ടം വരികയില്ല. നഷ്ടങ്ങളെ ലാഭങ്ങളാക്കുന്ന കർത്താവ്. എന്നിവിടെ ലോട്ടറി അടിക്കുന്നതിൽ എന്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല എന്റെ ലാഭങ്ങൾ വരിക, പക്ഷെ നഷ്ടം വരില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. ക്ഷയപ്രവൃത്തി 40:31 വന്ന് 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവോട് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. വലിയൊരു ശാക്തീകരണം. നമുക്ക് ഇന്ന് എവിടെയൊക്കെ കുറെ മങ്ങലേറ്റിട്ടുണ്ട്, ചില ക്ഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ, കുടുംബജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, പ്രാർത്ഥനയിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ഈശോയോടുള്ള ബന്ധത്തിൽ, സഭാത്മക ജീവിതത്തിലൊക്കെ ഒരുപാട് ക്ഷയം, മങ്ങലുകൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ശാക്തീകരണം വേണം ദൈവമക്കളെ. കർത്താവ് പറഞ്ഞില്ലേ, അപ്പോസ്തല പ്രവർത്തനം 1:7, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ഒരു ശക്തീകരണം നമുക്ക് വേണം. നമ്മളിന്ന് പലരും ഇങ്ങനെ ആകെ വളഞ്ഞു കുത്തി കഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് പലർക്കും ഡിപ്രഷൻ ബാധിച്ച് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നൊമ്പരപ്പെട്ട് ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താ കാരണം? ദൈവാശ്രയത്തില്ല. അപ്പോഴും ദൈവത്തിന്റെ ജീവനുള്ള വചനം പറയാണ്, നീ ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ അരൂപി നിനക്ക് ശക്തി പകരും. നീ എമ്പറിയപ്പെടും, വീണ്ടും ശക്തി പ്രാപിക്കും. നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് ആവശ്യമാണ്, നമ്മുടെ മിനിസ്ട്രികൾക്ക് ആവശ്യമാണ്. വേണ്ടേ ഒരു ശക്തീകരണം? വേണ്ട ഇങ്ങനെ പോയാൽ മതിയോ? ഈ പോക്ക് എങ്ങോട്ടാ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചത്തേ ചതഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ ഇങ്ങനെ പറയും, ചത്തേ ചതഞ്ഞ് ഇങ്ങനെ പോവാണ്. ഈ പച്ച ചാണകത്തിന് തീ പിടിച്ച അതിങ്ങനെ കഥ വലിയ പാടാണ്. ഇതുപോലെയാണ് പലരുടെയും ജീവിതം. ഇങ്ങനെ എഴഞ്ഞ് പോവാ. നമ്മൾ എഴഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരുവാൻ വിളി ലഭിച്ചവരാണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ശക്തി പ്രാപിക്കും. രണ്ടാമത്തെ അവിടെ ആ വചനത്തിൽ തരുന്ന ബ്ലെസ്സിങ് എന്താണ്? കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്താണ് ഈ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നത്? നമുക്കറിയാം, ഈ കൊടുങ്കാറ്റുകള്, പലപ്പോഴും കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ കഴുകന് ഭയങ്കരമായ സന്തോഷമാണ്. മറ്റു പക്ഷികളൊക്കെ ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് പറക്കാൻ പറ്റാതെ അവരെ ക്ഷീണിച്ച് പക്ഷികളൊക്കെ നിലം പതിക്കും. എന്നാൽ കഴുകൻ ഈ കൊടുങ്കാറ്റിലൂടെ ചിറകടിച്ച് ഈ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് അതിന്റെ മുകളിലേക്ക് അങ്ങ് പറക്കുകയാണ്. മുകളിൽ നിന്ന് താഴെ വീശിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ നോക്കി കഴുകൻ പുഞ്ചിരിക്കുകയാണ്. കൊടുങ്കാറ്റുകളെ കഴുകന് ഭയമില്ല. ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പരിശുദ്ധാത്മ പറയുന്നത്. എന്തുമാത്രം വലിയ കൊടുങ്കാറ്റുകള്, പ്രതിസന്ധികളുടെ, പ്രതികൂലങ്ങളുടെ, അസാധ്യതകളുടെ, മാറാ രോഗങ്ങളുടെ, സാമ്പത്തിക തകർച്ചകളുടെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ പല വിധത്തിലുള്ള കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും അതിനെല്ലാം അതിജീവിച്ച് അതിന്റെ മധ്യയുള്ള കർത്താവിന്റെ പദ്ധതി മനസ്സിലാക്കി പ്രത്യാശയോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ജീവിതങ്ങള്, അവരാണ് ദൈവാശ്രയത്തുള്ളവരെ. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയൊക്കെ പാടിയില്ലേ? പ്രിയപ്പെട്ട തന്റെ പൈതൽ സാമുവേൽ മരിച്ചു കിടക്കുമ്പോഴാ തന്റെ സ്വന്തം കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ആ പിതാവ് പാടിയത്, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇതാർക്കാ പാടാൻ കഴിയുന്നത്? പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വേർപാടിൽ ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ആ കൊടുങ്കാറ്റിന്റെ മധ്യ ചിറകടിച്ച് പറക്കുകയാണ് ഈ ദൈവമനുഷ്യൻ. എന്താ കാര്യം? ദൈവാശ്രയത്വം. എന്നെ വിളിച്ചിരിക്കുന്ന എന്റെ കർത്താവ് ചതിക്കുന്നവനല്ല, അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവന്റെ കരങ്ങൾക്ക് വലിയ പവറുണ്ട്. ആ കരങ്ങളിലെല്ലാം സുരക്ഷിതമാണ്. ഈ ഒരു റെവലേഷൻ, ഇതൊരു വെളിപാടാണ്. ഈ വെളിപാടാണ് അദ്ദേഹത്തിന് കരുത്ത് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ നമ്മൾ ജീവിക്കുന്നത്. കർത്താവാകുന്ന സാധ്യതയെ മാത്രം മുറുകെ പിടിക്കണം. എപ്പോഴും എന്തിനും ദൈവത്തെ ആശ്രയിക്കണം. നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. മറ്റു പലർക്കും പറഞ്ഞ് മനസ്സിലാവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതികൂലങ്ങളുടെ നീറ്റലുകൾ നമ്മുടെ ഉള്ളങ്ങളിലുണ്ട്. കർത്താവിന്റെ മുമ്പിൽ മുട്ടുപടക്ക്.
പരിശുദ്ധ കുർബാനയുടെ മുൻപ് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധി മുട്ടുമടക്ക്. അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്ക്. നീ ഒന്ന് പൊട്ടിക്കര. നിന്റെ ഹൃദയം കൊടുക്ക്, ജീവിതം കൊടുക്ക്. കർത്താവേ, ഒരു ആലോചന നൽകാതെ ഞാൻ നിന്റെ മുൻപിൽ നിന്ന് പോവുകയില്ല. സ്നേഹത്തോടെ കർത്താവിനെ നിന്ന് അള്ളിപ്പിടിച്ചേ, കർത്താവിൽ നിന്ന് വട്ടം പിടിച്ചേ. നമുക്ക് വേണ്ട എനർജി, നമുക്ക് വേണ്ട പവർ കർത്താവ് നൽകും. അതിലാർക്കും സംശയം വേണ്ട. എന്റെ വ്യക്തി ജീവിതത്തിലൊക്കെ പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ കൊടുക്കാറ്റടിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ ശുശ്രൂഷകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്, എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് എത്രയെത്ര അനുഭവങ്ങൾ. മാനുഷികമായി ചിന്തിച്ചാൽ നമ്മൾ പറയാറില്ലേ, ഒരു എത്തും പിടുത്തും കിട്ടത്തില്ല. ചിന്തിച്ചില്ലൊരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അത്രമാത്രം മാനുഷികമായ ഇത്ര വലിയ ബുദ്ധി കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ മുൻപിൽ ഉയർന്നു നിന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോഴും പല പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഒരു പ്രത്യാശയുണ്ട്. എന്ത്? എന്റെ കർത്താവ് സർവശക്തനും സർവാധിപനുമാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു പ്രശ്നവും കർത്താവിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിട്ടില്ല. എല്ലാം അവിടത്തേക്ക് സാധ്യമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ചിറകടിച്ചുയരും. പ്രതിസന്ധികളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ നമ്മൾ ചിറകടിച്ചുയരും. മൂന്നാമത് പറയാണ്, ഓടിയാൽ ക്ഷീണിക്കുകയില്ല. നമ്മുടെ മുന്നേറ്റം ആർക്ക് നമ്മളെ തടയാൻ പറ്റത്തില്ല, ആർക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വളർച്ചയെ, നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുന്ന ഈ ലോകത്തിലൊരു സംവിധാനത്തിനും പറ്റത്തില്ല. കാരണം അതിന്റെ മുകളിലാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രിയ പരിശുദ്ധാത്മാവ്. സാധ്യമല്ല ദൈവമക്കളെ. ഓടിയാൽ ക്ഷീണിക്കില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലുണ്ട്, 19-ാം അധ്യായത്തിൽ പ്രവാചകനായ ഏലിയ ആഹാബ് രാജാവിന്റെ രഥത്തിന് മുൻപിൽ ജസറൽ കവാടം വരെ ഓടുകയാണ്. ഏകദേശം 65 മൈൽ ദൂരമുണ്ട്. രാജാവിന്റെ രഥമാണ്. 10-16 കുതിര, റോയൽ രാജകീയ കുതിരകളാ. ആ 10-16 കുതിരകളുടെ വേഗതയെക്കാളും അതിവേഗതയിൽ കർത്താവിന്റെ പ്രവാചകനായ ഏലിയ ഓടി പരിശുദ്ധാത്മാവ് അവനെ ബലപ്പെടുത്തുകയാണ്. ഓടിയാൽ ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയില്ല. നമ്മുടെ പാദങ്ങൾ കർത്താവിന്റെ കരങ്ങളിലാണ്. 1 സാമുവേൽ 2:9 പറയുന്നുണ്ട്, തന്റെ വിശ്വസ്തരുടെ കാലുകളെ കർത്താവ് കാക്കുന്നു, എന്നാൽ അവിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് തകിടം മറിക്കുന്നു. വിശ്വസ്തയോടെ, ദൈവാശ്രയത്തോടെ നിൽക്കുക. നമ്മളെ പിഴുതെറിയാനോ പറിച്ചെടുക്കാനോ ഇല്ലാതാക്കാൻ ആർക്ക് സാധിക്കില്ല ദൈവമക്കളെ. പൂർണ്ണമായി നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ സ്വാധീനങ്ങളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും ഈ ലോകത്തിലെ എല്ലാ സെറ്റപ്പുകളും കർത്താവിന്റെ മുമ്പിൽ പൂർണ്ണമായും അടിയറവ് വയ്ക്ക്. കർത്താവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. അതെന്തൊരു അനുഭവമായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മം നമ്മളെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും എന്തൊരു അനുഭവമായിരിക്കും. ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും കർത്താവിന് സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷ വഴി നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വത്തിൻ രാജാവേ,